Hi all! ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ ആയില്ല എന്നെ കാണുന്നു. I know, but ഒന്നും ചെയ്യാനില്ല. Okay. എടാ, ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എസ്പെഷ്യലി നീറ്റ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾ കേട്ടോ. നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിൽ ആദ്യം ഏത് എഴുതണം? മനസ്സിലായോ? അതാണ് കുറേ പേർക്കുള്ള ഡൗട്ട്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് കുറേ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ചിലവർക്ക് ഫിസിക്സ് ആവും, ചിലവർക്ക് കെമിസ്ട്രി ആവും, ചിലവർക്ക് ബയോളജി ആവും. ആ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇനി എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്, ഓക്കെ, നീറ്റ് എഴുതിയിട്ടുള്ള മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ബയോളജി തുടങ്ങുന്നതാവും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്താ അറിയോ, ബയോളജി നമുക്ക് ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്, 3 hours and 20 minutes എക്സാം ആണ് നമുക്കുള്ളത്. ആൻഡ് ഔട്ട് ഓഫ് 200 ക്വസ്റ്റ്യൻസ് നമ്മൾ 180 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, അല്ലേ? ബാക്കി 20 questions വേണ്ട. Which means from botany 50 questions, from zoology we have 50 questions, from physics 50 and from chemistry 50 questions. അല്ലേ? അതിൽ ഓരോന്നിന് 45 ഈച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിൽ A section ഉണ്ടാവും, B section ഉണ്ടാവും. ഫ്രം A section 30 questions are compulsory and from B section 15 questions ഇതിൽ 10 അറ്റൻഡ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ എടാ, നമ്മളിത് ചെയ്യുമ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് OMRൽ ബബിൾ ചെയ്ത് പോവാം. വിച്ച് മീൻസ് ദാറ്റ് എന്താണ്, നമുക്ക് കുറേ സമയം ബാക്കിയുള്ള പോലെ ഉണ്ടാവും, അല്ലേ? അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന്. ഒന്നുമില്ലെങ്കിൽ ഒരു 20 minutes നമുക്ക് എക്സ്ട്രാ കിട്ടും ബയോളജി ആദ്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ. എന്ന് വെച്ച് എല്ലാവരും ബയോളജി തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതിലാണോ അതിൽ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി മതി ഫുൾ എക്സാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യാം. അത് അപ് ടു യു. പക്ഷേ മെജോറിറ്റി ആൾക്കാരുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് ബയോളജി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ യു ഗൈസ് ക്യാൻ പ്രാക്ടീസ് ദിസ്. ഓൾറൈറ്റ്. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് 2-3 മോക്ക് ടെസ്റ്റ് വരാനുണ്ട്, അല്ലേ? അപ്പോൾ അതിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇപ്പോൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ദിസ്. ഓക്കെ, നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ്, ബെറ്റർ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ. ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഏത് ഓർഡറിൽ എക്സാം എഴുതണം എന്നുള്ളത്. ഞാൻ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര നിങ്ങളടുത്ത് പറയാനുള്ളൂ. പഠിക്കുന്ന സമയത്ത് സ്വപ്നം കാണാം, മാക്സിമം റിലാക്സ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ കുറേ ആൾക്കാരുടെ ഇതാണ് മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് അറിയുന്നുണ്ട്. എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടി കുറഞ്ഞു പോവുകയാണെന്നുള്ള കാര്യം. എടാ, മോക്ക് ടെസ്റ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, മാർക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ എക്സാം വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കൊന്നും നോക്കണ്ട, കൂടെ കുറേ എന്താച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. തെറ്റുള്ള സംഭവങ്ങൾ നമ്മൾ അപ്പം മനസ്സിലാക്കി, ഇന്ന ഭാഗത്താണ് തെറ്റ്, ഇന്ന കാരണം കൊണ്ടാണ് തെറ്റ്, ഈ തെറ്റിന് റിപ്പീറ്റ് ചെയ്യരുത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അല്ലാണ്ട് ആരും എനർജി ഡ്രോപ്പായി പോകുന്നു ചെയ്യരുത്. ഞാൻ എൻ്റെ തന്നെ പറഞ്ഞില്ല, ലാസ്റ്റത്തെ എക്സാമിലൊക്കെ ഫസ്റ്റ് കുറച്ച് സമയത്തിന് മുന്നിൽ വന്നിരുന്നുവെങ്കിലും ലാസ്റ്റൊക്കെ ആയപ്പോൾ ബാക്കിൽ പോവുമായിരുന്നു. പക്ഷെ എന്താ, എനിക്ക് ശരിക്കുള്ള നീറ്റ് എഴുതിയപ്പോൾ മാർക്ക് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ കോൺഫിഡൻസ് കൈവിടാണ്ട് എല്ലാവരും പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് ഉഷാറായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, വിളിച്ച് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.